നമസ്കാരം. നിങ്ങളുടെ കയ്യിൽ ഈ 100-ന്റെയും 500-ന്റെയൊക്കെ നോട്ടുകൾ ഇരിപ്പുണ്ടോ? 2026 കഴിയുന്നതോടുകൂടി ഈ നോട്ടുകളെല്ലാം അസാധുവാകുമെന്നുള്ള വാർത്തകൾ നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ടാകും അല്ലേ? സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ചില വാർത്തകളൊക്കെ വല്ലാതെ അങ്ങ് പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രചരിക്കുന്ന വാർത്തകളുടെ സത്യാവസ്ഥ എന്താണ് എന്ന് അറിയാൻ നിങ്ങളിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ? മാത്രമല്ല, പണ്ടത്തെ ഒരു മഹാനോട്ട് നിരോധനത്തിന്റെ ക്ഷീണം ഇപ്പോഴും പലർക്കും മാറിയിട്ടുമില്ല. ഈ വിഷയം സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. സാധാരണ യൂട്യൂബേഴ്സിന്റെ ഒരു തന്ത്രമാണ് വിഷയം എന്താണെന്നുള്ളത് ഏറ്റവും ഒടുവിൽ പറയും, അതുവരെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ കൈവശം ഇപ്പോൾ ഇരിക്കുന്ന 500 രൂപ നോട്ടുകൾ അസാധുവാകുന്നു എന്ന വാർത്തകൾ പൂർണ്ണമായും തെറ്റാണ്. ഇത്തരം പ്രചരണങ്ങൾ വ്യാജമാണെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള 500 രൂപ നോട്ടുകൾ നിയമപരമായ വിനിമയ പദവിയിൽ ലീഗൽ ടെൻഡറിൽ തന്നെ തുടരും. രാജ്യത്തെ മൊത്തം കറൻസി മൂല്യത്തിന്റെ 86.5% 500 രൂപ നോട്ടുകളായതിനാൽ അവ പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് രാത്രിയിൽ വന്ന് പിൻവലിക്കാൻ RBIക്ക് ഇനി ഒരിക്കലും പദ്ധതിയില്ല. എന്നാൽ നോട്ടുകളിൽ ചില പ്രധാന മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപ്പറ്റി നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കറൻസി നോട്ടുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാനായി RBI പുതിയൊരു സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്നു. അതാണ് വാർണിഷിംഗ്. ആദ്യഘട്ടത്തിൽ 100 രൂപ നോട്ടുകളിലാണ് ഇത് നടപ്പിലാക്കി പരീക്ഷിക്കുന്നത്. നോട്ടുകൾ പെട്ടെന്ന് മുഷിയാതിരിക്കാനും കീറാതിരിക്കാനും ഈ പ്രത്യേക കോട്ടിങ് സഹായിക്കും. ബ്രസീൽ, കെനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് വിജയകരമായി നടപ്പിലാക്കിയിട്ടുമുണ്ട്. ഇത് നോട്ടുകളുടെ ആയുസ് 20% മുതൽ 70% വരെ വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ATMകളിൽ നിന്ന് 500 രൂപ നോട്ടുകൾ മാത്രം കിട്ടുന്നത് മൂലം ചില്ലറയില്ലാതെ കഷ്ടപ്പെടുന്ന ഒട്ടേറെ പേർ പരാതി പറയാറുണ്ടല്ലോ അല്ലേ? ആ വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സന്തോഷിക്കാനായി ഒരു നല്ല വാർത്ത പറയാം. 2025 സെപ്റ്റംബർ 30-നകം രാജ്യത്തെ 75% ATMകളിലും 100 രൂപയോ 200 രൂപയോ ലഭ്യമാക്കണമെന്ന് RBI പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. 2026 മാർച്ച് 31-ഓടെ ഇത് 90% ATMകളിലും നിർബന്ധമാക്കും. ശ്രദ്ധിക്കണേ, 500 രൂപയുടെ നോട്ട് നിർത്തലാക്കാനല്ല, മറിച്ച് ചെറിയ നോട്ടുകൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാനാണ് ഈ നീക്കം. കള്ളനോട്ടുകൾ തടയാൻ നോട്ടുകളുടെ സുരക്ഷാ ഫീച്ചറുകൾ RBI ശക്തമാക്കുന്നുവെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായി നോട്ടുകൾ കൈവശം കിട്ടുമ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി, സെക്യൂരിറ്റി ത്രെഡ്. നോട്ട് ചെറുതായി ഒന്ന് ചെരിച്ചു പിടിച്ചു നോക്കുമ്പോൾ നൂലിന്റെ നിറം പച്ചയിൽ നിന്ന് നീലയായി മാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് സെക്യൂരിറ്റി ത്രെഡ്. രണ്ടാമതായി, വാട്ടർമാർക്ക്. വെളിച്ചത്തിന് അഭിമുഖമായി പിടിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ചിത്രവും 500 എന്ന സംഖ്യയും വ്യക്തമായി കാണണം. മൂന്നാമത്, കാഴ്ച പരിമിതർക്കായി കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകത, നോട്ടിന്റെ വശങ്ങളിലുള്ള 5 ബ്ലീഡ് ലൈനുകൾ തൊട്ട് തിരിച്ചറിയാൻ കഴിയും. തൊട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ക്ലീൻ നോട്ട് പോളിസി പ്രകാരം ചില കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നോട്ടുകളിൽ എഴുതുകയോ സ്റ്റേപ്പിൾ ചെയ്യുകയോ ചെയ്യരുത്. മുൻപൊക്കെ ചിലർ നോട്ടുകളിൽ കുസൃതികൾ കാണിക്കുമായിരുന്നു. എന്നെ കൊടുത്ത് കള്ളു വാങ്ങി കുടിച്ചേക്കരുത് എന്നൊക്കെയുള്ള തരത്തിലുള്ള കമന്റുകളൊക്കെ അതിൽ എഴുതി സന്തോഷിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ എഴുത്തുകളുള്ള നോട്ടുകൾ, അങ്ങനെ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ എഴുതിയ നോട്ടുകൾ സ്വീകരിക്കരുത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമോ മതപരമോ ആയ സന്ദേശങ്ങൾ എഴുതിയ നോട്ടുകൾ നിയമപരമായി അസാധുവാകും. അതുകൊണ്ട് നോട്ടുകളിൽ എഴുതാൻ ശ്രമിക്കരുത്. എഴുതിയ നോട്ട് കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ കീറിയതോ മുഷിഞ്ഞതോ ആയ നോട്ടുകൾ ഉണ്ടെങ്കിൽ ഏതു ബാങ്ക് ശാഖയിൽ നിന്നും അവ മാറ്റി മറ്റൊന്ന് വാങ്ങാവുന്നതാണ്. അവസാനമായി, RBIയുടെ പുതിയ ഗവർണറായി സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റു. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പുള്ള പുതിയ നോട്ടുകൾ വൈകാതെ വിപണിയിലെത്തിയേക്കും. മുൻ ഗവർണർമാരുടെ ഒപ്പുള്ള നോട്ടുകൾ തുടർന്നും വിപണിയിൽ ഉപയോഗിക്കാമെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകൾക്ക് തൽക്കാലം ഒരു ഭീഷണിയുമില്ല. സുരക്ഷയും ദീർഘകാല ഉപയോഗവും മുൻനിർത്തിയുള്ള ചില പരിഷ്കാരങ്ങൾ മാത്രമാണ് നോട്ടുകളിൽ RBI വരുത്താൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെ ഔദ്യോഗിക വിവരങ്ങൾക്കായി RBIയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരം കൂടുതൽ വാർത്തകൾ ലഭിക്കാനായി ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇതുപോലെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.